വശ്യമനോഹരമാണ് പെരുമ്പളം ദ്വീപ്. വേമ്പനാട്ടുകായലിന്റെ സൗന്ദര്യം ആവോളം ആസ്വദിക്കാൻ കഴിയുന്നൊരിടം. പാലം വരുന്നതോടെ ദ്വീപിന്റെ വിനോദസഞ്ചാര സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്താൻ പറ്റും. ടൂറിസം വികസനം ഏറെക്കുറെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് നമ്മുടെ ശാസ്താംഗ ജെട്ടിയുടെ ഒരു റിസോർട്ടായിട്ട് ഒരു കേന്ദ്രം ഇതായിട്ടുണ്ട്. പിന്നെ പെരിഞ്ചിറക്കരയിൽ ഒരു റിസോർട്ടിൻ്റെ വികസനം നല്ല രീതിയിൽ വികസനം ഉണ്ടാവും. ഈ പാലത്തോടുകൂടി ജനങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതാണ്. ഇപ്പോൾ തന്നെ കേരളത്തിനകത്തും പുറത്തുമുള്ളവർ റിസോർട്ട് ഉൾപ്പെടെയുള്ള പണിയാൻ ഏക്കർ കണക്കിന് ഭൂമി പെരുമ്പളത്ത് വാങ്ങിക്കഴിഞ്ഞു. പുറത്തുള്ള ആൾക്കാർ വന്ന് ഒരുപാട് സ്ഥലങ്ങൾ നേരത്തെ തന്നെയൊക്കെ മേടിച്ച് 1000 10,000 1 ലക്ഷം. ഇപ്പം മാക്സിമം ടാർ റോഡ് സൈഡിൽ 2 ലക്ഷം രൂപ വരെയും വില എത്തിയിരിക്കുകയാണ്. ഹോം സ്റ്റേയുടെ നിർമ്മാണം പലയിടത്തായി നടക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ടൂറിസം വരുമ്പോഴേക്കും ഞങ്ങൾക്ക് കൂടി ഓട്ടം കൂടും. ദൂരെ നിന്ന് ലോങ്ങിൽ നിന്ന് വരുന്നുണ്ട്. ഓൺലൈനായിട്ട് തിരുവനന്തപുരം, കണ്ണൂർ ഒക്കെ ഞങ്ങൾ അവിടെ കൊണ്ട് ആക്കാറുണ്ട്. അവിടെ തിരിച്ച് 2-3 ദിവസം കഴിയുമ്പോൾ അവർ തിരിച്ച് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു പോവുകയാണ്. പാലം വരുന്നതിനൊപ്പം ദ്വീപിലെ റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനം നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. റോഡിന്റെ വികസനം കൂടി വന്നെങ്കിലേ പാലം കൊണ്ട് നമുക്ക് ഗുണം കിട്ടുള്ളൂ. PWD ഏറ്റെടുത്തിട്ടില്ല. പരിസ്ഥിതിയെ തകർക്കാതെയുള്ള ഉത്തരവാദിത്വ വിനോദസഞ്ചാരത്തിലൂടെ നല്ലൊരു നാളെ സ്വപ്നം കാണുകയാണ് പെരുമ്പളം നിവാസികൾ. ജങ്കാറിലും ബോട്ടിലുമേറി പെരുമ്പളത്തേക്ക് എത്തുന്നത് ഇനി പഴങ്കഥയാകും. പാലത്തിലൂടെ വളരെ വേഗം ഇനി പെരുമ്പളത്തേക്ക് ആൾക്കാർക്കെത്താം. അതുവഴി ടൂറിസവും പെരുമ്പളത്തേക്ക് എത്തും. അത് വലിയ സാധ്യതയാണ് പെരുമ്പളത്തുകാർക്ക് വേണ്ടി തുറക്കപ്പെടുന്നത്. നിഖിൽ ജോസഫിനൊപ്പം എസ്. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.